വെറും 200 യൂറോയിൽ നിന്ന് $2.5 ലക്ഷം. എങ്ങനെയാണ് ഒരു സാധാരണ ട്രേഡർ ഈ ഒരു നേട്ടം കൈവരിച്ചത്? നമുക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു ബ്ലൂ പ്രിന്റ് ഒന്ന് വിശദമായി നോക്കാം. അപ്പോ നമുക്ക് റിസൾട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ? സ്ക്രീനിൽ കാണുന്നത് $2.5 ലക്ഷം വരുന്ന പേ ഔട്ടുകളാണ്. ഇത് നേടിയത് വലിയൊരു മാർക്കറ്റ് വിദഗ്ധനെന്നും അല്ലാട്ടോ, നിങ്ങളെപ്പോലെ ഒരു സാധാരണ വ്യക്തിയാണ്. ഡേറ്റയെ മാത്രം അടിസ്ഥാനമാക്കി ഒരു വഴി കണ്ടെത്തിയാണ് അദ്ദേഹം ഇത്രയും വലിയ തുക നേടിയെടുത്തത്. അപ്പോ ഇതാണ് ആ കഥ. നിങ്ങളെപ്പോലെ തന്നെയുള്ള ഒരു സാധാരണ ട്രേഡറുടെ കഥ. ഇറ്റലിയിൽ നിന്നുള്ള 25 വയസ്സുകാരനായ ഫ്രെഡിയുടെ യാത്രയാണിത്. ഫ്രെഡി നമ്മളോട് എന്താ പറയുന്നതെന്നറിയാമോ? ട്രേഡിംഗിൽ വിജയിക്കാൻ അസാമാന്യ ബുദ്ധിയൊന്നും വേണ്ട, പക്ഷേ കൃത്യമായ ഒരു സിസ്റ്റം, ഒരു രീതി അത് തീർച്ചയായും വേണം. അതാണ് അദ്ദേഹം തെളിയിച്ചത്. അപ്പോ ഒരു കാഴ്ചക്കാരൻ എന്ന നിലയിൽ നിന്ന് ഒരു വിജയിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്ര. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഫ്രെഡിയുടെ തുടക്കം അത്ര നല്ലതായിരുന്നില്ല. സത്യം പറഞ്ഞാൽ അതൊരു വലിയ പരാജയത്തിൽ നിന്നായിരുന്നു. ഒരുപക്ഷെ ഈ വഴിയിലേക്ക് വരുന്ന പലർക്കും ഇത് കേൾക്കുമ്പോ ഹേയ്, ഇതെന്റെ കഥ പോലെയുണ്ടല്ലോ എന്ന് തോന്നാം. അദ്ദേഹത്തിന്റെ ആ ഒരു മാറ്റം നമുക്കൊന്ന് നോക്കാം. 2020 ബ്രെന്റ് ഓയിൽ ട്രേഡ് ചെയ്ത് തന്റെ ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യവും അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. അക്ഷരാർത്ഥത്തിൽ എല്ലാം പോയി. പിന്നെ 2021 അദ്ദേഹം പുറം ലോകവുമായി വലിയ ബന്ധമില്ലാതെ ഒരു മെക്കാനിക്കൽ സിസ്റ്റം, അതായത് ഒരു ചിട്ടയായ ട്രേഡിംഗ് രീതി ഉണ്ടാക്കിയെടുക്കാൻ തുടങ്ങി. അതിന്റെ ഫലമോ? 2024 ആയപ്പോഴേക്കും പ്രോപ്പ് ഫേമുകളിൽ നിന്ന് മാത്രം $2.5 ലക്ഷം പേ ഔട്ടുകൾ. അതായത് എല്ലാം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിൽ നിന്ന് സ്ഥിരമായ ലാഭത്തിലേക്ക് എത്താൻ അദ്ദേഹം എടുത്തത് 4 വർഷത്തെ കഠിനാധ്വാനമാണ്. തുടക്കത്തിൽ ഫ്രെഡി വീണുപോയ ഒരു കെണിയെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത്. കൂടുതൽ ലിവറേജ് കിട്ടാൻ കൂടുതൽ പണം നിക്ഷേപിക്കൂ എന്ന് അദ്ദേഹത്തിന്റെ ബ്രോക്കർ പറഞ്ഞു. ഇത് കേട്ട് ഫ്രെഡി എന്തു ചെയ്തു? ഓരോ ട്രേഡിലും തന്റെ അക്കൗണ്ടിലെ 15% മുതൽ 45% വരെ റിസ്ക് എടുത്തു. ഒന്നോർത്തു നോക്കൂ, വളരെ പെട്ടെന്ന് തന്നെ സമ്പാദ്യം മുഴുവൻ കത്തിപ്പോയി. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട് തകർന്നിരുന്നപ്പോഴാണ് ഫ്രെഡി ഒരു കാര്യം മനസ്സിലാക്കുന്നത്. തന്റെ പ്രശ്നം ഏതെങ്കിലും ഒരു മാന്ത്രിക സ്ട്രാറ്റജി ഇല്ലാത്തതല്ല, മറിച്ച് ഒരു അടിസ്ഥാന ചട്ടക്കൂട്, ഒരു ഫ്രെയിംവർക്ക് ഇല്ലാത്തതാണ്. ഇതിനെ അദ്ദേഹം വിളിക്കുന്നത് ട്രേഡിംഗിന്റെ 3 ചക്രങ്ങൾ എന്നാണ്. എന്താണെന്ന് നോക്കാം. അദ്ദേഹം പറയുന്നതിതാണ്: ഓരോ ട്രേഡർക്കും ഈ 3 കാര്യങ്ങൾ ആവശ്യമാണ്. ഒരു കാറിന്റെ ചക്രങ്ങൾ പോലെ. ഇതിൽ ഏതെങ്കിലും ഒന്ന് പഞ്ചറായാൽ ആ കാറ് പിന്നെ മുന്നോട്ട് പോവില്ല. ഈ ഒരു ചിന്തയാണ് അദ്ദേഹത്തിന്റെ കരിയർ തന്നെ മാറ്റിമറിച്ചത്. എന്തെങ്കിലും ഒരു എളുപ്പവഴി തേടുന്നതിനു പകരം ശക്തമായ ഒരു സിസ്റ്റം ഉണ്ടാക്കുന്നതിലേക്ക് അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി. അപ്പോ എന്താണ് ഈ 3 ചക്രങ്ങൾ അല്ലെങ്കിൽ തൂണുകൾ? ഒന്നാമത്തേത് നിങ്ങളുടെ സ്ട്രാറ്റജി, അതായത് മാർക്കറ്റിൽ നിങ്ങൾക്കുള്ള ഒരു എഡ്ജ്. രണ്ടാമത്തേത് മണി മാനേജ്മെന്റ്, ഇത് നിങ്ങളുടെ പണം സംരക്ഷിക്കാനുള്ള ഒരു കവചം പോലെയാണ്. മൂന്നാമത്തേത് മൈൻഡ് സെറ്റ്, അഥവാ നിങ്ങളുടെ മാനസികാവസ്ഥ. ഇതാണ് നിങ്ങളുടെ ട്രേഡിംഗ് യാത്രയുടെ എഞ്ചിൻ. ഈ 3 തൂണുകളിലാണ് ഫ്രെഡി തന്റെ ട്രേഡിംഗ് സാമ്രാജ്യം കെട്ടിപ്പടുത്തത്. നമുക്ക് ഓരോന്നായി നോക്കാം. അപ്പോ ആദ്യത്തെ തൂൺ, നിങ്ങളുടെ മെഷീൻ നിർമ്മിക്കുക. എന്താണ് ഈ മെഷീൻ? അതായത് വികാരങ്ങൾക്കനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതിന് പകരം ഒരു യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന, കൃത്യമായ ഡേറ്റയെ മാത്രം ആശ്രയിക്കുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കിയെടുക്കുക. ട്രേഡിംഗ് സ്റ്റൈലുകൾ തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. ഒന്നാമത്തേത് ഡിസ്ക്രിഷണറി ട്രേഡിംഗ്. അതായത് നഷ്ടം വരുമ്പോൾ നമ്മൾ ഓരോ കാരണം കണ്ടെത്തും. അയ്യോ, ഇന്നെന്റെ മൂഡ് ശരിയല്ലായിരുന്നു, കാലാവസ്ഥ മോശമായിരുന്നു, അല്ലെങ്കിൽ കാമുകിയുമായി വഴക്കിട്ടു. ഇതൊക്കെ വെറും ഒഴികഴിവുകളാണ്. എന്നാൽ മെക്കാനിക്കൽ ട്രേഡിംഗ് അങ്ങനെയല്ല. അവിടെ A+B എപ്പോഴും C ആയിരിക്കും. അതായത് കൃത്യമായ നിയമങ്ങളുണ്ട്, അത് ഡേറ്റയെയും സാധ്യതകളെയും മാത്രം ആശ്രയിച്ചിരിക്കുന്നു. ഫ്രെഡി ഈ രണ്ടാമത്തെ വഴി തെരഞ്ഞെടുത്തു. അപ്പോ ഫ്രെഡിയുടെ ആ മെഷീൻ എന്താണെന്ന് നോക്കാം. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് 2 മെഷീനുകളുണ്ട്. അതായത് 2 വ്യത്യസ്ത സ്ട്രാറ്റജികൾ. ഒന്ന് ഇൻട്രാ വീക്ക് സ്ട്രാറ്റജി. മാർക്കറ്റ് നല്ല ട്രെൻഡിൽ പോകുമ്പോൾ ഇതുപയോഗിക്കും. ഇവിടെ റിസ്ക് റിവാർഡ് 1:5 ആണ്, പക്ഷെ വിൻ റേറ്റ് കുറവാണ്, ഏകദേശം 25-30%. രണ്ടാമത്തേത് ഇൻട്രാ സെഷൻ സ്ട്രാറ്റജി. മാർക്കറ്റ് വലിയ ചലനമില്ലാതെ നിൽക്കുമ്പോൾ, അതായത് കൺസോളിഡേറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ. ഇവിടെ റിസ്ക് റിവാർഡ് 1:3 ആണ്, പക്ഷെ വിൻ റേറ്റ് കൂടുതലാണ്, 40-45%. കണ്ടില്ലേ, ഓരോ സാഹചര്യത്തിനും ഓരോ ഉപകരണം. ഇവിടെയാണ് രസകരമായ മറ്റൊരു കാര്യം. ഫ്രെഡി പറയുന്നത് കേൾക്കൂ.
ഹയർ ടൈം ഫ്രെയിമുകൾ നോക്കുന്നത് നമ്മൾ മനസ്സിൽ വിചാരിച്ചൊരു കാര്യത്തിൽ സ്വയം വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ്. പലരും പറയുന്നതിന് വിപരീതമായി അദ്ദേഹം തന്റെ ഇൻട്രാ-വീക്ക് സ്ട്രാറ്റജിക്ക് വേണ്ടി 15 മിനിറ്റിന്റെ ചാർട്ട് മാത്രമാണ് നോക്കുന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഹയർ ടൈം ഫ്രെയിമുകൾ നോക്കുന്നത് വെറുതെ ശ്രദ്ധ തിരിക്കാനേ ഉപകരിക്കുമെന്നാണ്. ഓക്കെ, അപ്പം നമുക്ക് രണ്ടാമത്തെ തോണിലേക്ക് കടക്കാം. നിങ്ങളുടെ പണം കൈകാര്യം ചെയ്യുക, അല്ലേ? കാരണം ലോകത്തിലെ ഏറ്റവും മികച്ച സ്ട്രാറ്റജി നിങ്ങളുടെ കയ്യിലുണ്ടായിട്ടും കാര്യമില്ല. നിങ്ങളുടെ കയ്യിലുള്ള പണം സംരക്ഷിക്കാൻ അറിയില്ലെങ്കിൽ എല്ലാം പൂജ്യമാകും. പ്രോപ്പ് ഫേമുകളിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന റിസ്ക് മാനേജ്മെന്റ് രീതി നോക്കൂ. ഒന്നാമത്തെ നിയമം, നിങ്ങളുടെ നിക്ഷേപം തിരികെ പിടിക്കുക. അതായത് ആദ്യത്തെ പേ ഔട്ട് കിട്ടുമ്പോൾ തന്നെ ഫീസ് തിരികെ കിട്ടണം. ഇവാലുവേഷൻ സമയത്ത് അക്കൗണ്ടിന്റെ പരമാവധി നഷ്ടത്തിന്റെ ആദ്യ പകുതിയിൽ 1% റിസ്ക് എടുക്കും. പിന്നെ അത് 0.7% ആയി കുറയ്ക്കും. അക്കൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഫണ്ടഡ് ആയാൽ, ആദ്യം 0.7%, പിന്നെ 0.5%ആയി റിസ്ക് കുറയ്ക്കും. എന്താണിതിന്റെ എല്ലാം ലക്ഷ്യം? തുടർച്ചയായി ഒരു 12 മുതൽ 17 ട്രേഡ് വരെ നഷ്ടം വന്നാലും അക്കൗണ്ട് നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു സുരക്ഷാ കവചമുണ്ടാക്കിയെടുക്കുക. ഇതാണ് സിസ്റ്റമാറ്റിക് റിസ്ക് മാനേജ്മെന്റ്. അദ്ദേഹം പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പ്രോപ്പ് ഫേം അക്കൗണ്ടുകളെ ഒരു ലിവറേജായിട്ട്, അതായത് ഒരു സൗകര്യമായിട്ട് മാത്രം കാണുക. അല്ലാതെ അതൊരു വിവാഹബന്ധം പോലെ വൈകാരികമായി കാണരുത്. കാരണം ആ അക്കൗണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ നല്ല സാധ്യതയുണ്ട്. പക്ഷെ അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല, കാരണം അതൊരു ഉപകരണം മാത്രമാണ്. ഇനി മൂന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ തൂൺ, കാസിനോ ആകുക. എന്താണിത്? അതായത് ബാക്കി 2 തൂണുകളെയും ഒരുമിച്ച് നിർത്തുന്ന ഒരു ശക്തി. എത്ര വലിയ സമ്മർദ്ദമുണ്ടായാലും നമ്മുടെ സിസ്റ്റം തെറ്റാതെ ഒരു പിഴവും കൂടാതെ നടപ്പിലാക്കാനുള്ള ഒരു മാനസികാവസ്ഥ. അതാണ് മൈൻഡ് സെറ്റ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, തുടർച്ചയായി 18 ട്രേഡുകളിൽ നഷ്ടം. ഇത് വെറും കഥയല്ല, 2024ന്റെ തുടക്കത്തിൽ ഫ്രെഡിക്ക് ശരിക്കും സംഭവിച്ചതാണ്. സാധാരണ ഒരു ട്രേഡറെ സംബന്ധിച്ചിടത്തോളം ഇത് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറമാണ്, അല്ലേ? അപ്പോ ഇങ്ങനെയൊരു സാഹചര്യത്തില് നിങ്ങൾ എന്തു ചെയ്യും? തുടർച്ചയായി 18 നഷ്ടങ്ങൾ. നിങ്ങൾ നിങ്ങളുടെ സ്ട്രാറ്റജി മാറ്റുമോ? അതോ നിങ്ങൾ ഇത്രയും നാൾ ഉണ്ടാക്കിയെടുത്ത ഡേറ്റയും സിസ്റ്റത്തെയും വിശ്വസിച്ചു മുന്നോട്ടു പോകുമോ? ഇവിടെയാണ് നിങ്ങളുടെ യഥാർത്ഥ മാനസികാവസ്ഥ പരീക്ഷിക്കപ്പെടുന്നത്. ഇവിടെയാണ് ആ വലിയ മാനസിക മാറ്റം വരുന്നത്. ഒരു ചൂതാട്ടക്കാരൻ എപ്പോഴും അടുത്ത ട്രേഡിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കിയിരിക്കും. ഓരോ ജയത്തിലും തോൽവിയിലും അയാളുടെ ഹൃദയമിടിക്കും. എന്നാൽ ഒരു കാസിനോ അങ്ങനെയല്ല. അവർ നോക്കുന്നത് ദീർഘകാലത്തേക്ക് തങ്ങൾക്കുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ എഡ്ജ്, ഒരു മുൻതൂക്കമാണ്. ആയിരക്കണക്കിന് ട്രേഡുകൾ കഴിയുമ്പോൾ തങ്ങൾ ജയിക്കുമെന്നവർക്ക് ഉറപ്പുണ്ട്. ഫ്രെഡി ഒരു ചൂതാട്ടക്കാരനിൽ നിന്ന് കാസിനോ ആയി മാറി. പ്രശസ്തനായ മാർക്ക് ഡഗ്ലസിന്റെ ഒരാശയമാണിത്. ദശലക്ഷക്കണക്കിന് കളികൾ കഴിയുമ്പോൾ തങ്ങളുടെ ചെറിയൊരു മുൻതൂക്കം കൊണ്ട് ജയിക്കുമെന്ന് കാസിനോയ്ക്ക് അറിയാം. നിങ്ങളാണ് ആ കാസിനോ. ഈ ആശയം ഫ്രെഡി പൂർണ്ണമായി ഉൾക്കൊണ്ടു. 1-2 ട്രേഡ് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, ദീർഘകാലത്തേക്ക് തന്റെ സിസ്റ്റം ലാഭത്തിലായിരിക്കുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അപ്പോ ഫ്രെഡിയുടെ ഈ മുഴുവൻ യാത്രയിൽ നിന്നും നമുക്കെന്തു മനസ്സിലാക്കാം? എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട പാഠം? നിങ്ങളുടെ ഡേറ്റ, അതുതന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഫ്രെഡിയുടെ സ്ട്രാറ്റജി അതേപടി കോപ്പിയടിക്കുകയേ അല്ല വേണ്ടത്. പകരം അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ആ ഒരു പ്രോസസ്, ആ ഒരു രീതിയാണ് നമ്മൾ പകർത്തേണ്ടത്. അതായത് ഈ 3 തൂണുകൾ, സ്ട്രാറ്റജി, മണി മാനേജ്മെന്റ്, മൈൻഡ് സെറ്റ്, ഇവ ഉപയോഗിച്ച് നിങ്ങളുടെ സ്വന്തം പ്രകടനം വിലയിരുത്തുക. എന്നിട്ട് നിങ്ങളുടെ സ്വഭാവത്തിനും രീതിക്കും അനുയോജ്യമായ ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക. അവസാനമായി ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുവാണ്. നിങ്ങളുടെ ഡേറ്റ, അതായത് നിങ്ങളുടെ ട്രേഡിംഗ് ജേർണൽ നിങ്ങളോട് എന്ത് കഥയാണ് പറയുന്നത്? ഒന്നാലോചിച്ചു നോക്കൂ. കാരണം നിങ്ങളുടെ ട്രേഡിംഗ് പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം ഫേസ്ബുക്കിലോ യൂട്യൂബിലോ അല്ല ഇരിക്കുന്നത്. അത് നിങ്ങളുടെ സ്വന്തം ഡേറ്റയിൽ, നിങ്ങളുടെ സ്വന്തം ജേർണലിൽ ഭദ്രമായി ഇരിപ്പുണ്ട്. അത് കണ്ടെത്തുക എന്നതാണ് നിങ്ങളുടെ ജോലി.